ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ എനിക്ക് ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്, എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്. അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ അങ്ങനെ മമ്മു വിഷയത്തിൽ വെറൈറ്റി മീഡിയയിൽ അവതാരികയായിട്ടുള്ള നൈനിച്ച മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ ആർക്കും പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെ. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് തന്നെയാണല്ലോ ചർച്ചാ വിഷയം. തൊപ്പിയുടെ ഗ്യാങ്ങിൽപ്പെട്ട മമ്മു എന്ന് പറയുന്ന ചെക്കനെ ഇന്റർവ്യൂ ചെയ്യുകയായിരുന്നു നൈനിച്ച. അതിനിടയിൽ പണ്ട് താൻ ചെയ്ത വൃത്തികേടുകളെ കുറിച്ച് മമ്മു ഛർദ്ദിച്ചു വെച്ചു. അയൽപ്പക്കത്തെ വീടുകളിലെ ജനൽ ചില്ല് എറിഞ്ഞു പൊട്ടിക്കുക, പെണ്ണുങ്ങൾ കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുക, ഇതൊക്കെയായിരുന്നു മമ്മുവിന്റെ കലാപരിപാടികൾ. ഇവനിത് അഭിമാനത്തോടെ പറയുന്നു. അത് കേട്ട് നൈനിച്ച പൊട്ടിച്ചിരിക്കുന്നു. കുളിസീൻ കഥകൾ വീണ്ടും വീണ്ടും പറയാൻ വേണ്ടി മമ്മുവിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് ഉണ്ടായത്. ഇത് വലിയ രീതിയിൽ വൈറലായി വിവാദവുമായി. മമ്മുവിന് നൈനിശക്കും പള്ള നിറച്ചും പൊങ്കാലയും കിട്ടി. അത് പിന്നെ എന്തായാലും കിട്ടണമല്ലോ. കിട്ടിയത് കുറഞ്ഞു പോയില്ലെങ്കിലേ ഉള്ളൂ. എന്തായാലും അതിനിടയിൽ മമ്മുവിനെ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പിയും ഗ്യാങ്ങും ഒരു ലൈവ് ചെയ്തു. ഇവനെങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റൂല, ഇവനെ ബോർഡിങ്ങിൽ ചെന്നാക്കണം, അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ് തൊപ്പി ഭയങ്കര ബഹളായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എന്തൊക്കെയോ ചെറിയ പണിഷ്മെന്റുകൾ മാത്രം കൊടുത്ത് സംഭവം ഒതുക്കി. നല്ല ഒന്നാന്തരം സ്ക്രിപ്റ്റഡ് ഡ്രാമയായിരുന്നു നടന്നത്. അതെല്ലാം കഴിഞ്ഞ് ഒന്ന് കെട്ടടങ്ങി വരുമ്പോഴാണ് നൈനിശ മാപ്പുമായി വരുന്നത്. തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് നൈനിശ മാപ്പ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നൈനിശയുടെ മാപ്പ് പറച്ചിലിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. അതെ, വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി, അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ വിഷയം ഇത്രയും വിവാദമാവാൻ കാത്തിരിക്കരുതായിരുന്നു. അതിനു മുമ്പ് തന്നെ നൈനിഷയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു വിശദീകരണം വരേണ്ടതായിരുന്നു. ഇതിപ്പോ കൈവിട്ടു പോയി എന്ന് കണ്ടപ്പോ മാപ്പും കൊണ്ടുവന്നതാണെന്ന് ആളുകൾ പറയും. എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും ഒരു വിശദീകരണം തരാനുള്ള മനസ്സും ധൈര്യവും കാണിച്ചല്ലോ, നല്ല കാര്യം. ബാക്കി കൂടി പറഞ്ഞാട്ടെ. പക്ഷെ ഞാൻ ഒരു 10-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. നൈനിഷ ആ പറഞ്ഞ സത്യമാണെന്ന് തോന്നുന്നു. കാരണം കുറെ കാലമായിട്ട് നൈനിഷ ഈ രംഗത്തുണ്ട്. ഇടയ്ക്കിടെ നൈനിഷ ചെയ്ത ഇന്റർവ്യൂകൾ എന്റെ ശ്രദ്ധയിൽ പെടാറുമുണ്ട്. പക്ഷെ ഇത്രയും കാലമായിട്ട് ഇതുപോലെ വിവാദപരമായിട്ടുള്ള ഇന്റർവ്യൂ നൈനിഷ ചെയ്തതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വളരെ നിലവാരമുള്ള ഇന്റർവ്യൂ ആണ് നൈനിഷയുടേത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് നൈനിഷ ഇന്റർവ്യൂകളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത് എന്ന് തോന്നുന്നു. ഈ മമ്മുവിന്റെ വിഷയത്തിന് മുമ്പ് അങ്ങനെ വലിയ മോശം അഭിപ്രായം എവിടെയും കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനി ഞാൻ അറിയാത്തതായ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയി. ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതെന്തായാലും നന്നായി. എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലേ. ആ സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രവർത്തിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. സമയത്തിന് തന്നെ ചെയ്യണം. ഓൾറെഡി നൈനിഷ ലേറ്റ് ആണ്. ഇനിയും വൈകിയിരുന്നെങ്കിൽ ആളുകൾ നൈനിഷയെ കേൾക്കാൻ തന്നെ തയ്യാറാവുമായിരുന്നില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ തകർന്നു പോയി എന്നും അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പ്രതികരിച്ചതെന്നൊക്കെയാണ് നൈനിഷ പറയുന്നത്. ഓക്കെ, എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അത് ഒരിക്കലും ഞാൻ ന്യായീകരിക്കല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്, എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്, എനിക്ക് ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി. ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമില് അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ മാപ്പ് ചോദിക്കുകയാണ്. ഓക്കെ, നല്ല കാര്യം. തനിക്ക് പറ്റിയ തെറ്റ് തിരിച്ചറിയുന്നതും മാപ്പ് പറയാൻ തയ്യാറാകുന്നതും ഒക്കെ വളരെ നല്ല കാര്യമാണ്. ഒരാൾ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചാൽ അത് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണെങ്കിൽ, അതായത് അത്ര സീരിയസ് ആയ ക്രൈം ഒന്നും അല്ലെങ്കിൽ, പിന്നെ അയാളെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ചെയ്ത തെറ്റിന്റെ തീവ്രത അനുസരിച്ച് മാത്രമേ മാപ്പിന് ഇവിടെ പ്രസക്തിയുള്ളൂ. നൈനിഷയുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ ചെറിയ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു അവസരം കൊടുക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റ് ആർക്കും സംഭവിക്കാം. എനിക്കും ഇഷ്ടംപോലെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, നല്ലോണം പൊങ്കാല കിട്ടിയിട്ടുമുണ്ട്. മാപ്പ് പറയേണ്ട വിഷയങ്ങളിൽ ഞാൻ മാപ്പ് പറഞ്ഞിട്ടുമുണ്ട്. അതങ്ങനെയാണ്. പബ്ലിക്കിന് മുന്നിൽ വെച്ച് സംഭവിക്കുന്ന തെറ്റുകൾ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും, ചൂണ്ടിക്കാണിക്കപ്പെടും, വിമർശിക്കപ്പെടും, പൊങ്കാല കിട്ടും. ഇവിടെ നൈനിഷയുടെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ആ തെറ്റിനെ തിരിച്ചറിയുകയും തിരിച്ചാൻ ശ്രമിക്കുകയുമാണ്. ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ
ന്യായീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ നൈനിഷയ്ക്ക് തെറ്റ് സംഭവിച്ചു പോയി, പക്ഷെ അത് പബ്ലിക് ആവുന്നതിന് മുമ്പ് തിരുത്താവുന്ന അവസരം ഉണ്ടായിരുന്നു. എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് തന്നെ ആ ഭാഗം കട്ട് ചെയ്യാമായിരുന്നു. അതെന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നൈനിഷയ്ക്ക് ഒരു പക്ഷേ എഡിറ്റിംഗ് ടേബിളിൽ ആക്സസ് ഉണ്ടായിരിക്കില്ലായിരിക്കാം, പക്ഷേ വെറൈറ്റി മീഡിയയിൽ മറ്റു ജീവനക്കാരുണ്ടായിരുന്നല്ലോ, അവർക്കും ഈ തെറ്റ് തിരുത്താനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ആരും ഒന്നും ചെയ്തില്ല. ഒരു വൈറൽ ക്ലിപ്പല്ലേ കയ്യിൽ കിട്ടിയത്, അതവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. സോ ഈ വിഷയത്തിൽ നൈനിഷ മാത്രമല്ല, ഈ ഇന്റർവ്യൂവിന് പിന്നിൽ പ്രവർത്തിച്ച വെറൈറ്റി മീഡിയയുടെ എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. സത്യം പറഞ്ഞാൽ നൈനിഷ മാത്രം മാപ്പ് പറഞ്ഞാൽ പോരാ എന്നാണ് എന്റെ അഭിപ്രായം. ബാക്കിയാണ് നോക്കാം. നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്റർവ്യൂസ് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത്. കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുമെന്ന്, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി, പറയില്ല, ആ ആൾ പറഞ്ഞപ്പം അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടുകൂടി ഞാൻ അതിനെ എടുത്തു. അത് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതി ഇല്ല, ഒരു സങ്കടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയല്ല. ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീയൊന്നും അല്ല ഞാൻ. എനിക്ക് എന്തിൽ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് എനിക്ക് എന്റേതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അതന്നെ ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പം ഒരു ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്റെ ആ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. സോറി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ നൈനിഷയുടെ മാപ്പ് പറച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, നൈനിഷ എവിടെയും സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ന്യായീകരിക്കാൻ ഒന്നുമില്ല എന്നറിയാം, എന്നാലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ മാപ്പ് പറയുമ്പോൾ പലരും സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തായാലും നൈനിഷയുടെ ഭാഗത്തുനിന്നും അങ്ങനൊന്നും ഉണ്ടായില്ല. മുഴുവനായിട്ടും തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നൈനിഷയുടെ മാപ്പ് പറച്ചിൽ പലരും സ്വീകരിക്കാനും അംഗീകരിക്കാനും തയ്യാറായിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ കുറെ പേരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറയാൻ മനസ്സ് കാണിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ കുറെ പേർ ഇനിയിപ്പോ മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇതൊക്കെ വെറും അഭിനയമാണ്, നിന്റെ മാപ്പൊന്നും ആർക്കും വേണ്ട എന്നും പറയുന്നുണ്ട്. അതെന്തായാലും അങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാപ്പ് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. എന്തായാലും ഇനി ഒരു തവണ കൂടി ഇങ്ങനെ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇതിനിടയിൽ നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിലെ രമ്യ നിഖിലിന്റെ ഒരു ഇന്റർവ്യൂ കൂടി വൈറലായി മാറിയിട്ടുണ്ട്. സിനിമാ നടിയായിട്ടുള്ള ശാന്തി കൃഷ്ണയുമായി രമ്യ നടത്തിയ ഒരു ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗമാണ് ഇപ്പൊ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് പ്ലേ ചെയ്യും. ആദ്യ കൺമണിയുടെ വിടപറച്ചിൽ ഇന്നും എല്ലാ സന്തോഷങ്ങൾക്കും തിരശീല വീഴ്ത്തുന്ന ഒന്നാണ്. True. അതെന്തിനാ അതിനെ കുറിച്ച് പറയുന്നേ? That's really hurting. I'm so sorry, ചേച്ചി. I didn't know. It's okay. നമുക്കത് സ്കിപ്പ് ചെയ്യാം. ശരി, ഒരാളെ വിളിച്ചു വരുത്തി എങ്ങനെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശാന്തകൃഷ്ണയോട് ആദ്യ കുഞ്ഞ് മരിച്ചു പോയതാണ്, അവരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് ഓർക്കണം. സ്വന്തം കുഞ്ഞിന്റെ മരണത്തെ ഓർത്ത് എപ്പോഴും വിഷമിക്കാറുണ്ട് എന്നാണ് ഒരു അമ്മയോട് ചോദിക്കുന്നത്. ആ മരണം പിന്നീടുള്ള നിങ്ങളുടെ ആഘോഷവേളകളുടെ ശോഭയ്ക്ക് എടുത്താറുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ശാന്തികൃഷ്ണയുടെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള ഉത്തരമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? ഈ ചോദ്യം കേട്ട് ശാന്തികൃഷ്ണയുടെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചു. അവൾ വിതുമ്പിപ്പോയി അല്ലെ? അതെന്തിനാണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഇറ്റ്സ് റിയലി ഹേർട്ടിങ് എന്നാണ് ശാന്തികൃഷ്ണൻ തിരിച്ചു ചോദിക്കുന്നത്. അവരുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ട് രമ്യന്റെ ഒരു വളഞ്ഞ ചിരിയും കാണുമ്പോൾ തന്നെ അർപ്പ് വരാണ്. അതുകൂടാതെ അയ്യോ ഐ എം റിയലി സോറി ചേച്ചി, അറിയില്ലായിരുന്നു എന്നൊരു തരം ന്യായീകരണവും. അല്ലെങ്കിലും പണ്ടേ രമ്യ ഇങ്ങനെ തന്നെയാണ്. ഇന്റർവ്യൂവിൽ വരുന്നവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കുത്തി ചോദിച്ച് അവരെ മാക്സിമം വേദനിപ്പിക്കുന്നത് രമ്യയുടെ സ്ഥിരം ഹോബിയാണ്. ഇവരൊരു സാഡിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഈ പാട്ടുകാരായിട്ടുള്ള അഞ്ജു ജോസഫിനെ രമ്യ ഇന്റർവ്യൂ ചെയ്തതെന്ന് കാണണം. രമ്യയുടെ നിലവാരമില്ലായ്മയെ കുറിച്ച് മുമ്പ് നമ്മൾ ഒന്നിലധികം തവണ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഓൺലൈൻ ഇന്റർവ്യൂകളൊക്കെ സെൻസർ ചെയ്ത് പബ്ലിഷ് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയാതെ വയ്യ. കാരണം ഇങ്ങനെയുള്ള അപരാധങ്ങളാണല്ലോ ഇവർ ഓരോ ദിവസവും കാണിച്ചു കൂട്ടുന്നത്. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.